ഹായ്, വെൽക്കം ടു എഫസ് കുക്കറി വ്ളോഗ്സ്. ഇന്ന് നമുക്ക് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണേ. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വയ്ക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സവാള വറുത്തെടുക്കാനുണ്ട്. ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് വളരെ തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഞരടി വയ്ക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇട്ടൊന്ന് വറുത്തെടുക്കണേ. ഒട്ടും തന്നെ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. അത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഉള്ളിയെല്ലാം വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇനി ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലോട്ട് വെക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക മൂന്നും കൂടി ഒന്നിട്ട് താളിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് ഉപയോഗിക്കുക. ഇത് ഈ അരി ഞാനൊരു 10 മിനിറ്റ് കുതിർത്താൻ വെച്ചതിന് ശേഷം ഡ്രെയിൻ ഔട്ട് ചെയ്തെടുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ്, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ പാത്രത്തിൻ്റെ മൂടിയിലൊരു ഹോളില്ലേ, അത് വല്ല ഗ്രാമ്പോ പേപ്പറോ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കണേ. ഇവിടെ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇത് നേരത്തെ വറുത്ത് വെച്ച റൈസിൻസും കാഷ്യൂം വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം സെർവ് ചെയ്യാം. ഞാനിവിടെ ഇന്ന് ബീഫ് ഫ്രൈഡോടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.